ഇപ്പോൾ ഈ വിൻസർ EVയുടെ കോസ്റ്റ് ഇതിപ്പം ടോപ്പ് മോഡലാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 18.8 lakhs. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം വരെയായിരുന്നു ആ ഒരു പ്രൈസ്. അൺഫോർച്യുനേറ്റ്ലി നമ്മൾ എന്താ പറയുക അത്യാഗ്രഹികളായ ഗവൺമെൻറ് ഇതിനൊരു ടാക്സ് വീണ്ടും കൂട്ടിയിട്ടുണ്ട്. ബാക്കി മിക്ക സ്റ്റേറ്റിലും ഇലക്ട്രിക് കാർസിന് ടാക്സ് ഫ്രീ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ നമ്മളെ മാക്സിമം ലൂട്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് എൻ അൺഫോർച്ചുനേറ്റ് തിങ്. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു 50,000 രൂപയുടെ വീണ്ടും കൂടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു മേടിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 19,50,000 19.5 lakhs ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇതിനകത്തുള്ള മെയിൻ തിങ് ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ എടുക്കുമ്പോൾ ഇതിന് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി കിട്ടുന്നുണ്ട്. മറ്റുള്ള വെഹിക്കിൾസിലൊന്നും കിട്ടാത്തൊരു വാറൻറ്റി. പിന്നെ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കാറാണ്. ഞാൻ നേരത്തെ കൊടുത്തിട്ടില്ല, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളുണ്ട് വോക്സ്വാഗൻ വെൻഡോ. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിതിനകത്ത് സ്പേഷ്യസ് ആണ്. ദെൻ സീറ്റിംഗ് പൊസിഷൻ ഈസ് വെരി ഗുഡ്. അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഇൻ ദ സെൻസ് ലൈക്ക് ഓപ്പൺ അല്ല, ഇറ്റ്സ് എ മൂൺ റൂഫ്, ദാറ്റ്സ് വാട്ട് ദ മീൻ. ബട്ട് നൈറ്റ് ടൈം എസ്പെഷ്യലി റെയിനി ടൈമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി വെരി യൂസ്ഫുൾ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, വണ്ടിയുടെ ഹൈറ്റ്, ഇറ്റ്സ് ലൈക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്നോവ ക്രിസ്റ്റയിൽ ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ദെൻ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടയർ സൈസ്, സെയിം ലൈക്ക് ഇന്നോവ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ 330 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അൺഫോർച്യുനേറ്റ്ലി അത്രയൊന്നും കിട്ടത്തില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഏകദേശം 2,500 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് ആവറേജ് കിട്ടുന്നത് 250-260 ആണ് സിറ്റിക്കകത്ത് കിട്ടുന്നത്. 250 തന്നെയാണ് മാക്സിമം കിട്ടുക. പിന്നെ ചാർജിങ് എത്രയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കമ്പനി പറയുന്നത് ഒരു ഫുൾ ചാർജ് 0 to 100 ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നത് 250 രൂപയെന്നാണ്. ബട്ട് അതെനിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് വൺസ് ഞാൻ നമ്മുടെ ലുലുവിൽ പോയി ചാർജ് ചെയ്യപ്പോൾ ആൾമോസ്റ്റ് ഒരു 80% ചാർജ് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം 1,000 rupees ആയിട്ടുണ്ട്. അവിടുത്തെ ചാർജിങ്ങിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ദാറ്റ് ഈസ് ദേ ആർ ചാർജിങ് അറൗണ്ട് 26 rupees പെർ യൂണിറ്റ്. അങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ബട്ട് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ അത്രയും വരുന്നില്ല. സോ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത് കുറച്ച് റേഞ്ച് കൂടിയ വെഹിക്കിൾസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ റേഞ്ച് കൂടിയ വെഹിക്കിൾ എടുക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ബിക്കോസ് നമ്മളെപ്പോഴും എത്ര കിലോമീറ്റർ ഓടും അല്ലെങ്കിൽ ഈ രീതിയിൽ എത്ര റേഞ്ച് മുന്നോട്ട് പോകുമെന്നുള്ള ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. സോ കുറച്ചും കൂടെ റേഞ്ച് കൂടുതലുള്ള വെഹിക്കിൾ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഗോ ഫോർ ദാറ്റ്.